ഇന്ന് നമുക്കൊരു എണ്ണ കാച്ചാം. ഇത് നമുക്ക് മുടി കൊഴിച്ചലിനും തലവേദനക്കും പല്ലുവേദനക്കും ഒക്കെ ഉള്ളൊരു എണ്ണയാണ് നമ്മളിത് കാച്ചുന്നത്. അപ്പോൾ ഈ എണ്ണ നമുക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായി, കേടായ എണ്ണ നല്ലതാക്കുക. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇതേപോലെ ചെയ്യുക. ഇപ്പം നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ഇലകൾ വേണം. അതിനൊരു കഞ്ഞുണ്ണി പറമ്പിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. അത് നനച്ചുണ്ടാക്കിയാൽ നമുക്കത് ഒരു തൈ വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ വിത്തൊക്കെ വീണ്ടും ഉണ്ടാവും. പിന്നെ നമുക്കത് ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് കഞ്ഞുണ്ണി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേപ്പിൻ്റെ ഇല, നമ്മൾ നല്ല വേപ്പിൻ്റെ ഇല ഇടുക, കൂട്ടാനിലൊക്കെ വറുത്തിടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പൂവാങ്കുറുന്തല. അപ്പം അത് കണ്ണിന് നല്ലതാണ് ഈ പൂവാങ്കുറുന്തല ഇട്ടാൽ. പഴയ ആൾക്കാരൊക്കെ പോയി പൂവാങ്കുറുന്തല പിഴിഞ്ഞിട്ട് അത് കണ്ണിലൊഴിക്കും, കുറച്ച് പ്രായമുള്ളവരൊക്കെ. അപ്പം അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചള്ള് കിട്ടുക വെച്ചെങ്കിൽ ഇതേപോലെ തൈ കിട്ടുക വെച്ചാൽ അത്, അല്ലെങ്കിൽ ഇത് പൂവും കായൊക്കെ ആയതുണ്ടാവും. അതിൻ്റെ ഇതേപോലെ ഇല നിർത്തിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് കഴിക്കണ വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് നീലാമരിയുടെ ഇല, പിന്നെ തുളസിയുടെ ഇല. ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കണം. ഒന്ന് മിക്സിയിൽ വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കത് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇത് കഴുകിയിട്ട് നമുക്കൊന്ന് വെള്ളമൊക്കെ നല്ല വാർക്കുന്ന വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്കൊന്ന് ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു വെള്ളത്തിറങ്ങുന്ന ഗ്രേവി പോലെ കിട്ടും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് വെള്ളം ഇല്ലാതെ ഇട്ടാൽ ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് 2 ടീസ്പൂൺ കരിഞ്ജീരകം, പിന്നെ 2 ടീസ്പൂൺ ഉലുവ നമുക്ക് മുന്നേ തന്നെ വെള്ളത്തിലിടണം. അപ്പോൾ 1 കിലോ എണ്ണയാണ് നമ്മളിത് കാച്ചുന്നത്. 1 കിലോ എണ്ണയാണ് നമ്മളന്ന് കാറിയ എണ്ണ നേരാക്കി എടുത്തത്. കാറിലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടായി. ആ എണ്ണ കൊണ്ടാണ് നമ്മളിത് കാച്ചുന്നത്. 1 കിലോ എണ്ണയാണ് നമ്മളന്ന് നല്ല കാറിയ എണ്ണയായിരുന്നു. അപ്പോൾ ഇതങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കാറിലൊന്നും ഇല്ല. അപ്പോൾ നമുക്കിത് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളിത് കാച്ചി തേക്കുകയാണ്, തലയിൽ കാച്ചി തേക്കുക. ഇതൊക്കെ കൂടിയിട്ട് ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ചിഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇലയുടെ നീരെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഇല എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം. ഇതിൻ്റെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ചട്ടുകം കൊണ്ട് ഇതിൻ്റെ അടിയിലത്തെ കക്കനൊക്കെ ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ നമുക്കറിയാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ നമുക്കറിയാം എണ്ണയുടെ മൂപ്പ്. ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഇത് മരിഞ്ഞ് വരും. ഇതേപോലെ ആയാലും ഉള്ളിയൊക്കെ ഇതേപോലെ ആയാലും നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലെണ്ണ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഇതേപോലെയാണ് കാച്ചൽ. അപ്പോൾ ഈ എണ്ണ കേടായത് നേരാക്കി വെക്കുമ്പോൾ നമ്മൾ അതെടുത്തിട്ടൊന്ന് കാച്ചി വെക്കിയതാണ്. ഇനി ഇതിലേക്കൊരു 2 സാധനം കൂടി നമ്മൾ കൂട്ടലുണ്ട്. അത് ഈ കഫക്കെട്ട് കാരണം കൊണ്ടാണ് നമുക്ക് കറ്റാർവാഴ കൂട്ടാഞ്ഞത്. അപ്പോൾ കറ്റാർവാഴയും കൂട്ടുക. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ മുട്ട്, അത് കിട്ടിയില്ല, അത് കാരണം അതിൽ കൂട്ടിയിട്ടില്ല. കറ്റാർവാഴ കൂട്ടാഞ്ഞത് കഫക്കെട്ട് കാരണം തണുപ്പിന് പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് കൂട്ടിയിട്ടില്ല. നമുക്ക് ഇതേപോലെ നമുക്കൊരു പാത്രത്തിൽ കരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ എണ്ണ കാച്ചാൽ മുടിയും കൊഴിയില്ല. നമുക്ക് കരിഞ്ജീരകം ഇടുമ്പോൾ പല്ല് വേദനക്ക് നമുക്ക് നല്ലതാണ് ഈ കരിഞ്ജീരകം. പിന്നെ പൂവാങ്കുറുന്തല നമുക്ക് കണ്ണിന് നല്ലതാണ്. അപ്പം ഇതേപോലെ ഇലയൊക്കെ കിട്ടുക വെച്ചെങ്കിൽ ഇങ്ങനത്തെ എണ്ണയിൽ നല്ല എണ്ണയിൽ ഇത് ചെയ്യട്ടോ. നല്ല എണ്ണയിലാണ് ചെയ്യണത്. ആ എണ്ണ കേടായത് നന്നാക്കി വെക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് എണ്ണ കാച്ചിട്ട് നമുക്ക് തലയിൽ തേക്കാച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ കൊപ്പരൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ നാശമായി പോകും. അപ്പോൾ അത് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരുവിധമുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയി എണ്ണ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ആട്ടി കൊണ്ടുവരാതെ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിയാലും അത് ഇതേപോലെ കേടുവരും. അപ്പോൾ എല്ലാവരും മുടി കൊഴിയുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക.